ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗായിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നൊരു വ്ളോഗ് കേട്ടോ. ഈ വ്ളോഗ് ഞാൻ ചെയ്യണത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നൊക്കെയാണ് ഞാൻ ഈ വ്ളോഗിൽ കാണിക്കുന്നത്. ഈ ദിവസം ഇമ്മാക്ക് രാവിലെ തന്നെ നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ എണീച്ചിട്ടുണ്ട്. ഞാൻ എണീറ്റ് വന്നപ്പോൾ ഇതാ അമ്മ അവിടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് മടക്കി വെക്കാനായിട്ട്. അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ശേഷം കിച്ചണിൽ പോയിട്ട് ഇതാ പൂരിക്കുള്ള മാവ് കുഴക്കാൻ വേണ്ടി പൊടി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ 6 മണിക്ക് അലാറം അടിക്കുന്നുണ്ട് കേട്ടോ. അനിയൻ അലാറം വെച്ചതാണ്. അവനിപ്പോൾ എക്സാം നടക്കുന്ന ടൈമാണ്. അപ്പോൾ അവന് 5 മണി മുതൽ വെച്ച അലാറാണ്. ഇതുവരെ ആളൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എണീച്ചപ്പോൾ അവനെ തട്ടി വിളിച്ചാണ് എണീച്ചോട്ട് വിചാരിച്ചുകൊണ്ട്. പക്ഷെ ഓന് എനിക്ക് ഭയങ്കര പണിയാണ്. ഞാൻ പിന്നെ വിളിച്ചിട്ട് ഓൻ പിന്നെ പറഞ്ഞ് ഈ പോയിക്കോ ഞാൻ എണീച്ചോളാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു. പിന്നെ ഉമ്മാനെ കിച്ചണിൽ സഹായിക്കാന്ന് വിചാരിച്ചു. കുട്ടി ഉണരുമ്പോഴത്തേന് ചെറിയൊരു മോളില്ലതല്ലേ. അപ്പോൾ ഞാൻ എന്താ കിച്ചണിൽ വന്നപ്പോൾ അമ്മ പൊരിക്കുള്ള മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ എന്നോട് ആ സമയം കൊണ്ട് കറിക്കുള്ള തേങ്ങ ചിരകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് വന്നതാണ്. അപ്പോൾ തേങ്ങ എടുത്തിട്ട് ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചിരകിയാണുള്ളത്. അപ്പോൾ അതിലിങ്ങനെ ഇരുന്ന് നന്നായിട്ട് ചിരകാണ്. എൻ്റെ തേങ്ങ ചിരകൽ കഴിഞ്ഞപ്പോൾ ഒത്തിരി ഉമ്മ അവിടെ മാവ് കുഴച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ വിചാരിച്ചു മിക്സിയിൽ. അപ്പോൾ അതിനുവേണ്ടി മിക്സിയിൽ ജാറിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. തേങ്ങ ചിരകണ സമയം കൊണ്ട് അതൊക്കെ കഴിയുമ്പോഴത്തേന് ഇമ്മ അതവിടെ പൂരിക്കുള്ള ഉരുളയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇമ്മ അത് പരത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു ഇവിടെ പുറത്ത് തന്നെ അടുപ്പ് തീ കൂട്ടിൽ പുറത്താണ്. അവിടെ ഒരു ചെറിയ തിണ്ട് കെട്ടിയിട്ടുണ്ട്. ആ തിണ്ടിൽ ഇങ്ങനെ ഇതുപോലൊരു ഇത് ഇപ്പം ഉണ്ടാക്കിയ അടുപ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ തീ കൂട്ടാനായിട്ട് പറഞ്ഞുമ്മ. അപ്പോൾ ഞാൻ തീ ഇതാക്കാൻ വേണ്ടിയിട്ട് അത് അടുപ്പിലെ വെണ്ണൂറൊക്കെ ഒന്ന് കോരിയെടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് വിറകിട്ട് കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തീ കത്തിച്ചു. തീ കത്തിച്ചതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ചിക്കൻ കറി നെയ്ച്ചോറായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി വന്ന ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അത് രാവിലെ അതിലേക്ക് തേങ്ങ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും ആവശ്യത്തിലുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ അടുപ്പത്ത് തന്നെ പൂരിക്കുള്ള ഓയിലും ചൂടാക്കി ഇട്ടോ. ആ സമയം പിന്നെ എൻ്റെ മോൾ ഉണർന്നിരുന്നു. അപ്പം ഞാൻ പിന്നെ മോളടുത്തേക്ക് പോയി. പിന്നെ പൂരിയൊക്കെ ചുട്ടെടുക്കുന്നത് ഇമ്മയാണ്. ഇമ്മ ചുട്ടെടുക്കുന്ന സമയം പിന്നെ ഞാൻ മോൾക്കുള്ള ഇത് കൊടുത്തു. അവളെ എണീപ്പിച്ച് അവളെ ശീലക്കേടൊക്കെ ഒന്ന് മാറ്റിയെടുത്തു. ശേഷം പിന്നെ ഞാൻ തന്നെയാണ് പൂരിയൊക്കെ ചുട്ടത്. അത് കഴിഞ്ഞിട്ട് ഉമ്മ പിന്നെ കുട്ടികൾക്ക് കഞ്ഞി വേണമല്ലോ. അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ചെറിയൊരു കൊടുക്കയിലാണ് കേട്ടോ ഒന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വേറെ എന്തോ സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞു. തേങ്ങാച്ചോറും ബീഫ് കറിയും വെക്കാൻ പറഞ്ഞു. ഇപ്പിയും താത്തയൊക്കെ വരുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ഗ്യാസിന്മേൽ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ഇട്ടുകൊണ്ട് ഉമ്മാക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചായ ചൂടാറ്റാനായിട്ട് വെക്കാൻ പറഞ്ഞു എന്നോട്. നന്നായിട്ട് മധുരമൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് ചായ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ചൂടാറിക്കോളും. അപ്പോൾ ചായ ചൂടാറ്റുന്ന സമയം ഞാൻ ഉമ്മാക്കുള്ള പൂരി ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഉമ്മാക്ക് ഇന്നലെ നെയ്ച്ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് മതി ആദ്യം എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഉമ്മാക്ക് പൂരിയും കൂടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൂരി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉമ്മ അർജൻറ്റിലുള്ള തിന്നലാണ് കേട്ടോ. ഉമ്മക്ക് പോകാനായിട്ടുണ്ട്, നേരെ വൈകിട്ടുണ്ട്. അപ്പോൾ ഉമ്മ കഴിച്ചുകൊണ്ടിരുന്നു. ഉമ്മ പോയി. പിന്നെ പോയതിന് ശേഷം ഞാൻ മോൾക്കുള്ള കുറുക്ക് റെഡിയാക്കുകയാണ്. മോൾക്കുള്ള കുറുക്ക് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഇവിടെ ചെറിയ അനിയനെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ അവന് എക്സാമിന് ടൈമാണ് ഇപ്പോൾ. അപ്പോൾ അവനൊന്ന് കാലിച്ചായ കുടിക്കണം പറഞ്ഞിട്ട് ഇന്നലെ അമ്മ പഴംപൊരിയൊക്കെ ചുട്ടിരുന്നിട്ട് ഞാൻ വരുന്ന സമയത്ത്. അപ്പോൾ അത് ബാക്കിയുണ്ട്. അപ്പോൾ അവനത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഇത് അവിടെ താത്താൻ്റെ മോളും എൻ്റെ മോളും ഉണ്ട്. അപ്പോൾ അവർക്കുള്ള ചായയും കൂടി ഞാൻ കൊടുത്തു. അപ്പോൾ അവർ വിശന്നിക്കണെന്ന് പറഞ്ഞു അവർ എണീച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ അവർക്കുള്ള ചായ കൊടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ചെറിയ മോൾക്ക് ഫുഡും കൊണ്ടുപോയി. അവൾക്കാണെങ്കിൽ പുറത്തുനിന്ന് ഇങ്ങനെ ചുറ്റി നടന്നൊക്കെ കൊടുക്കണം, കുറച്ച് പണിയാണ്. അവൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അവളും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം താത്താൻ്റെ കുട്ടീൻ്റെയും എൻ്റെ വലിയ മോളതൊക്കെ ചായ കൂടി കഴിഞ്ഞിട്ട് അവരുടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറ്റിപ്പരയൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. കൂടെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവരെ പ്രായത്തിലുള്ള കുട്ടികളോട് ഒരുപാടുണ്ട്. അപ്പോൾ അവരും ഉണ്ട്. ശേഷം ചെറിയ മോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിരുന്നു. അപ്പോൾ അതിക്കുള്ള ആവശ്യത്തിലുള്ള അരി കഴുകിയിടുകയാണ്. ആദ്യം നന്നായിട്ടൊന്ന് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി ശേഷം പിന്നെ പച്ചവെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയിട്ട് അത് കാലത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ അടിച്ചു വരാനായിട്ട് പോവാണ്. ഇവിടെ മുറ്റത്തൊക്കെ നല്ല ചമ്മലുണ്ടാവും, കാരണം ഇവിടെ ചുറ്റും റബ്ബറാണ്, മരങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല ചമ്മലുണ്ടാവും. അപ്പോൾ എന്നും മുറ്റടിച്ചോല അത്യാവശ്യമാണ്. ഇമ്മന്നെ ഇപ്പോൾ എന്നോട് പോയപ്പോൾ പറഞ്ഞിരുന്നു കുട്ടീൻ്റെ കരയിപ്പിച്ചിങ്ങാണ്ടൊന്നും പണി എടുക്കണ്ടെന്നൊക്കെ. അപ്പോൾ ഓള് അനിയനും ഇപ്പം ബീഫിന് പോവാണ്, ഇറച്ചിക്ക്. അവിടെ അടുത്തൊരു കടയിൽ ഇറച്ചിയുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞയച്ചതാണ്. ആ സമയം എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട്, എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ അടിച്ചു വാരി ചമ്മലൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ ഡബ്ബർ തോട്ടമാണ്. അപ്പോൾ ഒരുപാട് ചമ്മലും എന്താ പറയുക ഇലകളൊക്കെ ഉണ്ടാകും മുറ്റത്ത്. അപ്പോൾ എന്നും അടിച്ചു വാരൽ നിർബന്ധമാണ്. അപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു. പൂരി കറിയൊക്കെ ഇതാക്കിയിട്ട് ഞാൻ ചായ കുടിച്ചു. അതിന് ശേഷം ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അനിയനൊക്കെ വന്നിട്ടുണ്ട്. ഓല് ബീഫിന് പോയതല്ലേ, മോളും അനിയനും. അപ്പോൾ ഓന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബീഫ് പെട്ടെന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഉമ്മ പറഞ്ഞിരുന്നു, ഉമ്മ ഉച്ചക്കൊക്കെയുള്ള ഫുഡൊക്കെ വെക്കാനാകുമ്പോഴത്തേന് എത്തുന്നൊക്കെ പറഞ്ഞിരുന്നു. ഉമ്മ വന്നിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഏതായാലും ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പോൾ അത് അങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ശേഷം അവനുള്ള ചായ കൊടുത്തു, അവനുള്ള ഫുഡും ചായയും കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ മോളെ ഉറക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ വന്നപ്പോൾ ഇവിടെ കുറച്ചുകൂടി പാത്രം ഉണ്ടായിരുന്നു, അത് കഴുകി വെക്കുന്ന ഇടയിലാണ് ഇപ്പം വന്നത്. ഇപ്പോൾ വന്നപ്പോഴാണ് കോഴിക്കോട് ഇതുവരെ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ സംഭവം മറന്നിരുന്നു, ഇമ്മനോട് പറഞ്ഞതുമില്ല. അപ്പോൾ ഇപ്പോൾ വന്നിട്ടാണ് കോഴിക്കളെ വിടുന്നത്. അപ്പോൾ ഇപ്പം അവർക്ക് കുറച്ച് ഗോതമ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇപ്പം ജോലി സ്ഥലത്ത് നിന്ന് വരികയാണ്, വന്ന സമയത്താണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇപ്പാക്കുള്ള ചായക്കടി ഇവിടെ ഞാൻ മോളുറക്കാൻ സമയത്ത് കുട്ടികളൊക്കെ വന്നുകൊണ്ട് പൂരിയൊക്കെ എടുത്ത് കൊണ്ടുപോയി തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പാക്കില്ല ഇപ്പോൾ ചായക്കടി ഇവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പാക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കുറ്റി പുട്ടും ചുട്ടു. പിന്നെ കുറച്ച് ചായ സെപ്പറേറ്റ് ഉണ്ടാക്കി. ഇപ്പാക്ക് പഞ്ചസാര ഇട്ട ചായ ഇപ്പോൾ കുടിക്കുകയില്ല, ശർക്കര ചായ കുടിച്ചല്. അപ്പോൾ പിന്നെ അതും ഉണ്ടാക്കി കൊടുത്തു. ഇപ്പാക്കുള്ള ചായ കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. നമ്മൾ കൺട്രോപ്പും ഗ്യാസും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ശേഷം അവിടെ ഇപ്പോൾ കഞ്ഞിക്ക് വേണ്ടി ഉമ്മ കൂട്ടാൻ വെക്കാനായിട്ട് വാഴക്ക ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ്. ഇന്നലെ രാത്രി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുടുക്കിയിലാക്കിയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ അതിൽ ആവശ്യത്തിലുള്ള വെള്ളം, മുളക്, ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞി വന്നതിന് ശേഷം അത് ഞാൻ അടുപ്പത്ത് വെച്ചു. ശേഷം ഇപ്പം കുടിച്ച പാത്രം ഒന്ന് നിങ്ങൾക്ക് കഴുകി വെക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അടച്ചു വെച്ച് ചെയ്തു. പിന്നെ ഞാൻ പോയത് അകത്തോട്ട് പോയി. മോളേതായാലും ഉറങ്ങിയല്ലോ, അതിനിടയ്ക്ക് മോൾ ഉറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് തന്നെ പോയത് സിറ്റ് ഔട്ടിൻ്റെ അറ്റാച്ച് ചെയ്തെങ്ങാണ്ട് റൂമുണ്ട്. ഇത് വലിയ അനിയൻ കിടക്കുന്ന റൂമാണ്. അപ്പോൾ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു. ബെഡൊക്കെ വിരിച്ചു. അവൻ്റെ മേശയൊക്കെ ആകെ പെരന്നെടുക്കുന്നുണ്ടായിരുന്നു, അതിന് ബുക്കും പേപ്പേഴ്സൊക്കെ കൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ചിട്ടുണ്ട്. ശേഷം പോയത് പിന്നെ ഇപ്പിമ്മയും കിടക്കുന്ന റൂമിലേക്കാണ്. അപ്പോൾ അവിടെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ആകെ ഇതായി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വിരിച്ചു. ശേഷം പിന്നെ ചെറിയ ആനയും കിടക്കുന്ന റൂമിൽ പോയിട്ട് അതും വിരിച്ചു. അവിടെയാണ് ചെറിയ മോളിപ്പോൾ കിടക്കുന്നത് തൊട്ടിയിൽ. ലാസ്റ്റ് ഞാൻ പോയത് ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്ന റൂമിലാണ്. ഞാൻ താഴത്തെ കടന്നിരുന്നത്, മോളെയും കൊണ്ട് താഴത്തെ നടക്കുകയുള്ളൂ. അവൾ രാത്രി ഉറക്കത്തിലൊക്കെ നടക്കും. പിന്നെ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പിന്നെ ആ സമയം ഇമ്മ വന്നിട്ടുണ്ട്.
ഇമ്മ വന്നപ്പോൾ ഇതാ കുറച്ച് പച്ചക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തണ്ണിമത്തനും ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞു ആ തണ്ണിമത്തൻ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പറഞ്ഞു. അത് താത്തയൊക്കെ വന്നിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ്ട് അത് പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞു. താത്തി ഇപ്പൊക്കെ ഒന്ന് ഇപ്പം എത്തിയിട്ടുണ്ട്. പിന്നെ താത്തിയും ഇതാക്കിയിട്ടുണ്ട്, ഇന്ന് എത്തും ഉച്ചയാകുമ്പോഴത്തേന്. അപ്പോൾ ആ സമയം കൊണ്ട് പിന്നെ വത്തക്കൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ള ജോലിക്ക് ഞാൻ എൻ്റെ ജോലിക്ക് തന്നെ പിന്നെയും പോയി. പിന്നെ അലക്കാലതൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് ഇങ്ങനെ പൊറുക്കിയിടുകയാണ്. ശേഷം ഇവിടെ ഹാളിൽ ടേബിളിൽ അനിയൻ്റെ ബുക്ക് ഫുള്ള്, ചെറിയ അനിയൻ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക, +1 പഠിക്കുകയാണ്. അപ്പോൾ അവന് ആകെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബുക്സൊക്കെ ഞാനൊന്ന് അടുക്കി പൊറുക്കിയാണ്ട് അവിടെ തന്നെ വെച്ചു. അവൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ പിന്നെ ഞാൻ ബുക്കൊന്നും അവിടെ മാറ്റിയിട്ടില്ല. ശേഷം ഇവിടേക്ക് ഒന്ന് അടിച്ചു കയറിയിട്ടോ. അടിച്ചു കയറിയതിന് ശേഷം ഇവിടെ താത്ത ആ സമയത്ത് എത്തിയിട്ടുണ്ട്. അടിച്ചൊരു അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ വർക്കരയിൽ എത്തിയപ്പോൾ ഇപ്പം ബീഫ് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നിട്ട് അധികം ഇവിടെ ബീഫ് മുറിക്കൽ ഇമ്മാക്ക് അധികം ഇരുന്ന ഊരവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പയാണ് മുറിച്ചു കൊടുക്കലൊക്കെ ഇപ്പം ഉണ്ടാകുന്ന സമയത്ത്. പിന്നെ ഞാൻ പിന്നെ തുടക്കാനായിട്ട് അകൊക്കെ ഒന്ന് തുടക്കാനായിട്ട് പോന്നു. അപ്പോൾ താത്ത ഈ സമയത്ത് എത്തിയിട്ടുണ്ട്. താത്ത ഈ സമയത്ത് കുട്ടികൾക്കുള്ള കഞ്ഞി കൂട്ടാനൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല, കാരണം മോളും എണീച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. ഞാൻ താത്താൻ്റെ അടുത്ത് കുട്ടീനെ ആക്കിയിട്ടാണ് പെട്ടെന്ന് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം കഴിഞ്ഞ് തുടച്ച് വർക്കയിലെത്തിയപ്പോൾ താത്ത ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി അവൾ തുടക്കുകയാണ്. പിന്നെ ഇത് കുറച്ച് പലവകയാണ് കേട്ടോ. അത് ഉമ്മ വൈകിട്ട് കപ്പയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാണ്. അപ്പോൾ അത് ബീഫ് വന്നിട്ട് വേണം അത് തീമക്കാനെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ശേഷം ഞങ്ങൾ കുളിക്കാനായിട്ട് പോയി. ഇപ്പം എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇമ്മ അലക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഇമ്മനെ ചിക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് ഞാൻ ചിക്കിക്കോളാം എന്ന് പറഞ്ഞ് ഉമ്മാനെ കുളിച്ചാനായിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ കുളി ഒരുപാടുണ്ടായിരുന്നു ഇന്ന് തിരുമ്പാനൊക്കെ. ഇപ്പോൾ വന്നതുമല്ല, ഇപ്പാൻ്റെ ഡ്രസ്സും ഉണ്ടായിരുന്നു. ശേഷം ഞാൻ പിന്നെ നിസ്കരിക്കാനായിട്ട് പോയി. ആ സമയത്ത് അനിയനുണ്ടായിരുന്നു അവിടെ, ഇതെൻ്റെ ചെറിയ മോളുണ്ട്. നിസ്കാരം കഴിഞ്ഞു ഞാൻ കിച്ചണിൽ വന്നപ്പോൾ അമ്മ പപ്പടമൊക്കെ പൊരിക്കാണ് കേട്ടോ. തേങ്ങാച്ചോറും ബീഫും കുമ്പളങ്ങക്കറിയും പപ്പടമൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇതുപോലെ തറയിലൊക്കെ ഇരുന്നിട്ടാണ് കഴിച്ചൽ. അപ്പോൾ ഇവിടെ വർക്കേരിയാണ് ഇവിടെ. അപ്പോൾ വർക്കേരിയിൽ ഇരുന്നാണ്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കഴിക്കാനാണ് ഇപ്പാക്ക് ഇഷ്ടം. എല്ലാവരും ഒരുമിച്ച് ഇത് നിലത്ത് ഇങ്ങനെ ഇരുന്നങ്ങാണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കണോലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ മോള് കരഞ്ഞിട്ട് പിന്നെ മോൾ ഉറക്കാനായിട്ട് പോയി ഫുഡ് കഴിച്ചങ്ങാണ്ട്. ആ സമയം കൊണ്ട് ഉമ്മയും താത്തയൊക്കെ അവിടെ ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ച് വൈകുന്നേരം 5:30 എണീച്ചത്. 5:30 എണീച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അയൽവാസികളൊക്കെ വന്നിരുന്നു, അവരൊക്കെ സംസാരിച്ചിരുന്നു. ശേഷം ഒരു 6 മണി മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ സത്യത്തിൽ ചായയൊക്കെ കുടിക്കുന്നത്. നമ്മുടെ ചായ കപ്പ പൊഴിഞ്ഞതും ബീഫ് പലവകല്ലേ, ബീഫിൻ്റെ പലവകൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ മഗ്‌രിബിന് ശേഷമാണ് ഇത് കഴിച്ചത്. ശേഷം പിന്നെ ഞാൻ കുറച്ച് പാത്രം കഴുകി കൊടുത്തു. ആ സമയം കുട്ടീനെ താത്ത നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ കുറച്ച് പാത്രം കഴുകിയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് കുട്ടി ഭയങ്കര കരച്ചിലറിഞ്ഞാണ്ട് പിന്നെ ഇന്നെ അവിടെ നിന്ന് മാറ്റി അവളെ ഫുള്ളായിട്ട് കഴുകി. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് കിച്ചണിൽ പോയി ഇരുന്നു. ആ സമയം പിന്നെ എനിക്കും ഒരു പണിയൊന്നും നാളേക്കൊക്കെ ഉമ്മ ഇവിടെ ഉണ്ടാവില്ല. ഉമ്മ നാളെ വേറെ ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അമ്മായിൻ്റെ കൂടെ പോവാണ്. അപ്പോൾ ഞാൻ എന്നാലും ഇരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചക്കക്കൂരും കൊണ്ട് ഉമ്മ വന്നിട്ടുണ്ട് ഇതൊന്ന് തൊലി കളയാനായിട്ട്. അപ്പോൾ മോളെടുത്ത് തന്നെ ഇരുന്നങ്ങാണ്ട് എൻ്റെ കൂടെ കളിച്ചാട്ടോ. ഓള് വത്തക്കൊക്കെ തിന്നാണ്. അപ്പം അതിന് ശേഷം താത്താൻ്റെ ക്ലീനാക്കൽ കഴിഞ്ഞങ്ങാണ്ട് അവൾ വന്നിട്ടുണ്ട്. നാളേക്കൊക്കെയുള്ള പയറുപ്പേരിക്ക് കരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ഇമ്മയും വന്നിട്ടുണ്ട് അതിൽക്കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അതിൽക്കൂടെ ഒരു ചെറിയ കൈപ്പങ്ങി ഇടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം എത്ര ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഈ രാത്രിയാണ് ഇതൊക്കെ നടക്കുന്നത്. പിന്നെ അതിന് ശേഷം മോള് നന്നായി കരഞ്ഞിട്ട് മോൾ ഉറക്കാനായിട്ട് പോയി. പക്ഷെ മോൾ ശരിക്കും ഉറങ്ങണമില്ല. അവൾക്കാണെങ്കിൽ ഞാൻ തന്നെ കിടക്കണം. പിന്നെ ഞാൻ ഫുഡ് കഴിക്കണതും ഞങ്ങൾ ഉറങ്ങണമെന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയേ ഉള്ളൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.